ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഓണം എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ, ഓണം എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ കിടക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് അലാറമൊക്കെ വെച്ചിട്ട് കിടന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ അലാറം മാറ്റി വെച്ച് അതൊരു 6:30 മണി വരെ ആക്കിയിട്ട് ഇപ്പോൾ 6:30 മണിക്കാണ് കേട്ടോ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നത്. ഇനിയും കിടന്നാൽ പണി കിട്ടും എന്ന് മനസ്സിലായപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എഴുന്നേറ്റാണ് കേട്ടോ. എനിക്ക് ഒട്ടും എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാവിലെ ആയപ്പോൾ. ഇപ്പോൾ ഈ കിടന്ന് ഓടുന്നതൊക്കെ കാണുമ്പോൾ വിചാരിക്കും, അയ്യോ നേരത്തെ അങ്ങ് മര്യാദയ്ക്ക് എഴുന്നേറ്റാൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും 6:30 മണിയായപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് ഓടിപ്പോയി പല്ലൊക്കെ തേച്ചിട്ട് വേഗം തന്നെ ഇങ്ങ് അടുക്കളയിലോട്ട് കയറി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കണം, അതുപോലെ നമുക്ക് അരി തിളപ്പിക്കാൻ വെക്കണം, പിന്നെ സാമ്പാർ വെക്കണം. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇന്നലെ അരിഞ്ഞ് വെച്ചിരുന്നത് കൊണ്ട് അത്രയും എനിക്ക് എളുപ്പമായി. ഇഡ്ഡലിക്കുള്ള മാവും എല്ലാം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ചായ ഇട്ട് കുടിക്കാനുള്ള പരിപാടിയിലായിരുന്നേ. പറഞ്ഞ പോലെ എനിക്ക് നല്ല ക്ഷീണം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പോൾ. അപ്പോൾ എന്തായാലും ചൂടോടെ ചായ കുടിച്ചിട്ട് നിൽക്കുമ്പോഴേക്കും നമുക്കൊരു ഉന്മേഷമൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാലെന്തായാലും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത അടുപ്പിലേക്ക് ഞാൻ അരിയും തിളപ്പിക്കാനായിട്ട് വെച്ചു. മോനുള്ള പാല് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ചായപ്പൊടി ഇട്ടിട്ട് ചായയാക്കി എടുക്കാൻ കേട്ടോ. അരിയും തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ പരിപ്പെടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് എടുത്ത് വെച്ചു. അപ്പോഴേക്കും പാല് തിളച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മോനുള്ളതിനെ മാറ്റി എടുത്ത് തണുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്ക് ഉള്ളതിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് വീണ്ടും തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പരിപ്പൊക്കെ നല്ലോണം കഴുകിയെടുത്ത് അതിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ അങ്ങ് അടുപ്പത്തോട്ട് വെച്ചു. ഇന്നത്തത് അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നായിട്ട് കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് എടുത്തതാണ്. അല്ലാണ്ട് ഞാൻ ഭയങ്കര ഇതായിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം സമയം കിട്ടിയില്ല എന്നുള്ളതാണ് മെയിൻ റീസൺ. പിന്നെ നമ്മൾ ഈ വീഡിയോ കൂടെ എടുത്തിട്ട് നമുക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം പോകുമല്ലോ, അങ്ങോട്ട് മാറ്റി പിന്നെ നമ്മൾ ആംഗിൾ ഇങ്ങോട്ട് മാറ്റിയൊക്കെ വെക്കുമ്പോഴേക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തു പോയെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ചായയൊക്കെ ഒഴിച്ചെടുത്ത് അവർക്കുള്ള ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. എൻ്റെ ചായ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഈ ജോലിയുടെ ഇടയിൽ കൂടെ അത് കുടിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ മാവും എല്ലാം എടുത്തൊക്കെ വെച്ച് ഞാൻ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ എടുത്തൊഴിച്ച് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് എന്തായാലും സിറ്റ് ഔട്ട് തുടച്ചിടണം. ഇന്നലെ തുടച്ചതാണ്, എന്നാലും നമുക്ക് അത്തപ്പൂ ഇടണമല്ലോ. അങ്ങനെ ഞാൻ വേഗം പോയി സിറ്റ് ഔട്ട് ഒന്ന് തുടച്ചൊക്കെ ഇട്ടു. അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ കഷ്ണങ്ങളും എല്ലാം എടുത്തൊക്കെ ഇട്ടു. ഇത് മല്ലിയില 1 മാസമായി കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ കാണിച്ചതാണ്. പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞു സാമ്പാറിന് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് മല്ലിയില കൂടെ ഞാനൊന്ന് പിച്ചിയിട്ട് കൊടുത്തിട്ട് അതും അടുപ്പിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഉച്ചത്തേക്കുള്ളതിൽ ഒരു കറി നമുക്കിപ്പോഴേ അങ്ങ് ആയി കിട്ടും, സാമ്പാർ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒക്കെ ഒഴിച്ച് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്ന് അത്ത ഇടാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഞാൻ വരച്ചൊന്നുമില്ല, ഞാൻ അല്ലാണ്ട് അങ്ങ് ഇടുകയാണ് ചെയ്ത്. വരച്ചുകൊണ്ടിരിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നടുക്ക് ഞാൻ മുക്കുറ്റിയാണ് വെക്കുന്നത്. നമ്മുടെ തുമ്പയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു മുക്കുറ്റി നമുക്ക് എടുക്കാൻ വേണ്ടി നിന്നതുപോലെ വീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പൂക്കളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് നമുക്കിനി അതങ്ങ് അത്ത വിട്ടാൽ മതി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അത്ത ഇടാൻ തുടങ്ങിയപ്പോഴേക്കും മോൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ മോൻ്റെയും കുളിയെല്ലാം രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൂക്കളം ഇടുന്നതൊക്കെ കണ്ടങ്ങനെ പൂവെന്നൊക്കെ പറഞ്ഞിരുന്ന മര്യാദ കുട്ടനായിട്ട് എൻ്റെ അടുത്ത് ആദ്യം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനും അങ്ങ് സന്തോഷത്തോടെ ഇരുന്നു. മോന ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് ആളുടെ സ്വഭാവം അങ്ങോട്ട് മാറിയത്. എഴുന്നേറ്റ് ഒറ്റ വലിയായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ആളെ അങ്ങ് അച്ഛൻ്റെ അടുത്തായിട്ട് ആക്കി കേട്ടോ. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പൂക്കളം ഇട്ടത്. അല്ലെങ്കിൽ എപ്പോഴും രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് പൂക്കളം ഇടാറുള്ളത്. ഇപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്നിടാനിരുന്നാൽ പൂക്കളം ഇട്ട് തീരില്ല, പകരം കുളമായിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഒരു 50 പ്രാവശ്യം ആൾ ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ പൂക്കളം കൊലയ്ക്കാനായിട്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ പൂക്കളമൊക്കെ ഇട്ടു. അങ്ങനെ നമ്മുടെ പൂക്കളമൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഓടിപ്പോയി റെഡിയായി കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ പിന്നെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, ഇതാണ് കേട്ടോ എൻ്റെ ഓണക്കോടി സാരിയായിരുന്നു എടുത്തത്. അങ്ങനെ സാരിയൊക്കെ ഉടുത്ത് നമ്മുടെ വീട്ടിലെ 2 സുന്ദരകുട്ടന്മാരും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ മാച്ചായിട്ട് നിൽപ്പുണ്ട്. ഞാനും അവരുടെ ഷർട്ടിന് മാച്ചായിട്ടുള്ള ബ്ലൗസൊക്കെയാണ് കേട്ടോ എടുത്തത്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ നമുക്കിനി അമ്പലത്തിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ എല്ലാവരും നല്ല സുന്ദരകുട്ടന്മാരായിട്ട് അവിടെ കൂടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്കുള്ള അത്തപ്പൂക്കളമൊക്കെ കണ്ടാണ് കേട്ടോ പോയത്. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള അത്തപ്പൂക്കളമായിരുന്നേ. അപ്പോൾ ഇത് നമ്മൾ പോയ ക്ഷേത്രത്തിൻ്റെ മുന്നിലിട്ടിരുന്ന അത്തമായിരുന്നു കേട്ടോ. അപ്പോൾ
ഉള്ളിലൊന്നും ഞാൻ ഫോണൊന്നും കൊണ്ടുപോയില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളതേ ഉള്ളൂ. അവിടെ നിന്ന് പിന്നെ ചേട്ടൻ്റെ അമ്മേനെയൊക്കെ കണ്ടിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത്. അപ്പോഴേക്ക് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ. എന്നിട്ട് ഞാൻ കുറച്ച് അവിടുന്ന് സ്ലാബിൻ്റെ പുറത്ത് കുറച്ച് ഇലയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അത് അത്തം ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് ഒതുക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം കുറച്ചൊന്ന് ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ആദ്യം ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെയുള്ള, കാരണം സമയം ഒന്നാമതായി വരുന്നുണ്ട്. അപ്പോൾ ഇനിയും താമസിച്ചാൽ പറ്റില്ലല്ലോ, പെട്ടെന്ന് ചെയ്യണമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ഇന്നലെ തന്നെ മെയിൻ ആയിട്ടുള്ള ടാസ്ക് എല്ലാം നമ്മൾ ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിച്ചടിയും തോരനും ഒക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള കാര്യങ്ങളാണ് കേട്ടോ ആദ്യം ചെയ്തത്. ഫുഡ് ഉണ്ടാക്കുന്നതും ഞാൻ അങ്ങനെ മൊത്തം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ. സാരി ഉച്ചയ്ക്കുള്ള ഫുഡ് കൂടെ കഴിച്ചിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം സാരി ഉടുത്തിട്ടൊക്കെ നിൽക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ എടുത്തു തുടങ്ങിയപ്പോഴേക്കും ഡ്രസ്സിലൊക്കെ വീണാലോ എന്ന് ഒരു ടെൻഷനൊക്കെ തുടങ്ങി. അപ്പോൾ വേവിക്കാനുള്ളതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുപ്പത്തോട്ടൊക്കെ ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയും എല്ലാം ചിരകി വെച്ചിരുന്നത് കൊണ്ട് വലിയ ഇതില്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം തീർക്കാൻ പറ്റി. എന്നിട്ട് ഞാൻ അപ്പം തന്നെ സ്ലാബിൻ്റെ മുകളിലുണ്ടായിരുന്ന കുറേയൊക്കെ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ സിങ്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ഡ്രസ്സിൽ ഇനി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ്റെ ഒരു മുണ്ടൊക്കെ എടുത്ത് ഉടുത്തിട്ടാണ് കേട്ടോ അടുത്ത് കുറച്ച് നേരം വന്നൊന്ന് ജോലി ചെയ്തത്. ഞാൻ ഒരുപാട് സമയം പക്ഷേ ഉടുത്തിരുന്നില്ല, നല്ല ചൂടായിരുന്നു കേട്ടോ പിന്നീട് ആയപ്പോഴേക്കും. പിന്നെ ഞാൻ ബീട്രൂട്ട് കിച്ചടികളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലാക്കി ഇൻഡക്ഷനിലോട്ട് എടുത്തു വെച്ചു. കാരണം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലെ അടുപ്പെല്ലാം ഫില്ലാണ്. അങ്ങനെ ഏകദേശമൊക്കെ ഞാൻ ഒതുക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കിച്ചൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ രീതിയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. വാരി വലിച്ചിട്ടതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ പായസം വയ്ക്കാനുള്ള ശർക്കര അത് പാനിയാക്കി വെച്ചതാണ്. ഇത് നമ്മുടെ അടയും നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പായസത്തിന് ആവശ്യമുള്ള തേങ്ങ ചേട്ടൻ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് മുന്നേ ചിരകി വെച്ച് തന്നിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ എനിക്കിനി അതങ്ങ് വെച്ചാൽ മതി. ഇനി അടുത്ത ഏറ്റവും വലിയ ടാസ്കിലോട്ട് ഞാൻ കിടക്കേണ്ട സമയമായിട്ടുണ്ട്, അതായത് പാത്രം കഴുകുക എന്നുള്ളത്. ഇതിപ്പോൾ ഈ സിങ്കിൽ മാത്രമല്ല, അടുത്ത സിങ്കിലും അപ്പുറത്തെ അടുക്കളയിലെ നമ്മുടെ വർക്ക് ഏരിയയിലെ സിങ്കിലും പാത്രങ്ങൾ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. ഈ നമ്മൾ പുതിയ സാരിയൊക്കെ കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പോയി സാരിയൊക്കെ മാറ്റിയിട്ട് മര്യാദയ്ക്ക് വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേഗം തന്നെ ഈ പാത്രങ്ങളൊക്കെ അങ്ങ് മാറ്റി എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഴുകിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പായസവും കൂടെ ആ സൈഡിൽ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ എടുത്തില്ല. ഒരു 12:30 ആയി കേട്ടോ ഈ ഒരു സമയമായപ്പോഴത്തേക്കും. അതിനിടയ്ക്ക് ഫുഡ് വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവനെ പോയി നോക്കി, അങ്ങനെ കുറച്ച് സമയം പോയി. ആളെ അവിടെ ഇപ്പം ഞാനൊരു ഐസ്ക്രീമൊക്കെ കൊടുത്ത് സോപ്പിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളത് കഴിക്കുന്ന സമയത്താണ് ഞാൻ ഓടി വന്നിട്ട് ഈ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കിയത് കേട്ടോ. അത് ഒതുക്കിയപ്പോൾ തന്നെ നല്ലൊരു സമാധാനമായി, ഇല്ലെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വാരിയിട്ടതുപോലെ കിടക്കില്ലേ. ആദ്യം ഞാൻ വിചാരിച്ചത് കഴിച്ചതിന് ശേഷം ഒതുക്കാമെന്നായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു വേണ്ട, അടുക്കളയും കൂടെ നീറ്റാക്കി ഇട്ടതിന് ശേഷം കഴിച്ചാൽ നമുക്ക് പിന്നെ കുറച്ച് സമയത്ത് റെസ്റ്റ് എടുക്കാം, അത്രയും ഒരു സമാധാനം കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ അതൊക്കെ ചെയ്ത് ഒതുക്കി. അങ്ങനെ ഫുഡെല്ലാം ഞാൻ ഇവിടെ അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിയലാണ് കേട്ടോ. അവിയൽ അവിടെ ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ കിച്ചടിയാണ് ആ മേളിലിരിക്കുന്നത്, തോരൻ, അതിൻ്റെ താഴെ വേറൊരു തോരൻ കൂടെ ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് കിച്ചടിയാണ്, ബീട്രൂട്ടാണ്, അത് പൈനാപ്പിളിൻ്റെ പച്ചടിയാണ് കേട്ടോ. പിന്നെ അത് നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, ഇഞ്ചി അച്ചാർ, പിന്നെ നമ്മുടെ പരിപ്പ് കറി, പിന്നെ പപ്പടം, രസം അതിൻ്റെ അടുത്തിരിപ്പുണ്ട്. അത് ആൾ വന്ന് വെള്ളം എടുത്തപ്പോൾ ഒന്ന് ചരിഞ്ഞ് കുറച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ വെച്ച സാമ്പാർ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ പായസവും നമ്മൾ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേട്ടൻ വാഴയിലേക്ക് വെട്ടി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി 3 ഇല ഇടുന്നുണ്ട് കേട്ടോ, മോൻ്റെ ഇല കുഞ്ഞിൻ്റെ നടുക്കൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മൾ വിളമ്പാനായിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെയും ആള് വില്ലനായിട്ടുണ്ട്. അവന് അപ്പം തന്നെ ഇലയൊക്കെ കിട്ടണം, അത് വലിച്ചു കീറണം എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വിളമ്പിക്കോളാം, നിങ്ങൾ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും ആൾക്ക് പറ്റില്ല, അവന് അത് വലിക്കണം എടുക്കണമെന്നൊക്കെ ആയതുകൊണ്ട് പിന്നെ ചേട്ടൻ മോനെ കൊണ്ട് നൈസായിട്ട് അവിടെ നിന്ന് മാറി കേട്ടോ എഴുന്നേറ്റ്. ഞാൻ ആ സമയത്ത് വിളമ്പുന്നൊക്കെ ഉണ്ട്, ആളവിടെ മോനെ മാനേജ് ചെയ്യുന്ന തിരക്കിലാണ്. സത്യത്തിൽ ആദ്യം നമ്മളെ വിളമ്പി തുടങ്ങേണ്ട രീതിക്കൊന്നും അല്ല കേട്ടോ ഞാൻ വിളമ്പി തുടങ്ങിയത്. ഞാൻ ഈ ചിപ്സിൻ്റെയും നമ്മുടെ വരട്ടിയുടെ കാര്യമൊക്കെ ഞാനങ്ങ് മറന്നുപോയി. ഇലയിൽ എന്തോ ഇല്ലല്ലോ എന്ന് തോന്നിയപ്പോഴാണ് അത് ഓർമ്മ വന്നത് കേട്ടോ. പിന്നെ ആദ്യമായാലും അവസാനമായാലും വിളമ്പിയിട്ട് നമ്മൾ തന്നെയാണല്ലോ കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ നമുക്ക്. അങ്ങനെ കറിയെല്ലാം വിളമ്പി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോറൊക്കെ വിളമ്പി. പിന്നെ നമ്മുടെ പരിപ്പ് കറിയൊക്കെ ഒഴിച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ അവസാനം നമ്മുടെ ചിപ്സും ശർക്കര വരട്ടിയും പപ്പടവും പഴവും എല്ലാം എടുത്തൊക്കെ വെച്ച് നമ്മുടെ സദ്യ എന്തായാലും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം ഒരുക്കി കഴിഞ്ഞ് നമ്മുടെ ഇല നിറഞ്ഞിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണല്ലേ. ഇനി നമുക്ക് അറ്റാക്ക് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ 3 പേരും കൂടെ കഴിക്കാനൊക്കെ ഇരുന്നു. മോൻ്റെ ഇലയുടെ അടുത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ആളവിടെ എന്തൊക്കെയോ മോനോട് കോമഡിയൊക്കെ പറയുന്ന തിരക്കിലാണ് കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് കൊതി കൊണ്ടിരിക്കാൻ വയ്യായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കാനിരുന്നപ്പോൾ തന്നെ ഏകദേശം 1:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ
ആദ്യത്തെ ഉരുള അച്ഛനും കൊടുത്തു, രണ്ടാമത്തെ ഉരുള മോന് കൊടുക്കാൻ പോയപ്പോൾ മോന് വേണ്ടാന്ന് പറഞ്ഞിട്ട് മോന് ഒരു ഉരുള എടുത്ത് അച്ഛന് കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആളും ആദ്യത്തെ ഉരുള എടുത്ത് എനിക്ക് തന്നിട്ടുണ്ട്. ഇത് എല്ലാ പ്രാവശ്യവും അത് അങ്ങനെയാണ് കേട്ടോ കഴിക്കാറ് നമ്മള്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. നമ്മൾ പിന്നെ ആഹാരം കഴിക്കുന്നതിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ടി വി ഇട്ടിട്ടുണ്ട്. അപ്പൊ ടി വി ഒക്കെ കണ്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. മോനവിടെ അവന്റെ പപ്പടം കഴിക്കലാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത ആളെ ഇങ്ങനെ വിളിച്ചൊക്കെ കാണിക്കുന്നതാണ്, മോനെയൊക്കെ വിളിച്ച് കാണിക്കുന്നതാണ്, അമ്മ വീഡിയോ എടുക്കുകയാണെന്ന്. ആരാ ഫോണിലിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആള് അച്ഛാന്ന് പറയുന്നതാണ് കേട്ടോ. അച്ഛനാ ഫോണിലിരിക്കുന്നതെന്നാ പറയുന്നത്. പരിപ്പും സാമ്പാറും രസവും ഒക്കെ വെച്ച് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ പായസം എടുത്തതാണ്. ഞാൻ പായസവും പഴവും കഴിക്കുന്ന ആളാണ് കേട്ടോ. എനിക്ക് പപ്പടം കൂട്ടി കഴിക്കാൻ അത്ര ഇഷ്ടമല്ല. പപ്പടം ഞാൻ കഴിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പഴമാണ് കേട്ടോ. ഈ കോംബോ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പറയാൻ മടിക്കല്ലേ. കഴിച്ച് കഴിയാറൊക്കെ ആയപ്പോഴേക്കും മോന്റെ കാലും കൈയും ഒക്കെ അങ്ങ് അച്ഛന്റെ ദേഹത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ അങ്ങ് പമ്മി ഇരിപ്പായിരുന്നു കേട്ടോ. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും കൂടെ അവിടെ ചിരിച്ചും കളിച്ചും ഒക്കെ അങ്ങ് കഴിക്കുന്നുണ്ട്. മോൻ ചോറ് അങ്ങനെ അധികം കഴിച്ചില്ലെങ്കിലും പായസം എടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോന് പായസമൊക്കെ കുടിച്ച് ഏകദേശം വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആളവിടെ അങ്ങനെ നമ്മൾ എണീക്കാത്തത് കൊണ്ട് കൂടെ അങ്ങനെ ഇരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആളവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കസിൻസും പിന്നെ എൻ്റെ വല്യച്ഛനും വല്യമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അവരൊക്കെ പോയതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ആളങ്ങനെ ഇറങ്ങി ചെന്നത് നമ്മുടെ അത്തം കുലയ്ക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പരുവായതിനു ശേഷമാണ് കേട്ടോ ഞാൻ കണ്ടത് ആൾ അത്തം കുലയ്ക്കുന്നത്. എന്തായാലും അത്രയും സമയം ഇട്ടത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ ആളിവിടെ പായസമൊക്കെ 1-2 ഗ്ലാസ് കുടിച്ച് അങ്ങനെ എഴുന്നേക്കാൻ വയ്യാതെ കിടപ്പായിട്ടുണ്ട്. ഒരു സൈഡിലത്തെ മോനും അത്തം കുലയ്ക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്കിനി അടുക്കളയിലോട്ടൊന്ന് പോവാം. കാരണം ഫുഡൊക്കെ എടുത്ത് സ്പൂണും കാര്യങ്ങളൊക്കെ അങ്ങനെ കിടപ്പുണ്ട്. പിന്നെ ഞാൻ ഫുഡ് എടുത്തതിന് ശേഷം എല്ലാം അങ്ങനെ അങ്ങ് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത്. അടുക്കിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ അപ്പുറത്ത് നമ്മുടെ സിങ്കിൽ കിടന്ന പാത്രങ്ങൾ ആ സമയത്ത് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സിങ്കിലും ഈ അടുക്കള മാത്രം ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് പോയി കഴിക്കാനായിട്ട് ഇരുന്നത്. പാത്രങ്ങൾ അങ്ങനെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വെള്ളം കുടിച്ച ഗ്ലാസും കുറച്ച് ഫുഡ് എടുത്ത സ്പൂണും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം കഴുകിയൊക്കെ ഒതുക്കി. അതുപോലെ നമ്മൾ ഫുഡ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് സ്റ്റൗ ഒന്നും അപ്പോൾ തുടച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതും നല്ലോണം ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ട് സ്ക്രബ്ബർ എടുത്ത് നന്നായിട്ട് തന്നെ ഉരച്ച് കഴുകുന്നുണ്ടായിരുന്നു. കൂടുതൽ ഫുഡ് ഐറ്റംസ് വെച്ചതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കടുക് വറുത്തതിൻ്റെ എണ്ണയും എല്ലാം ഒക്കെ അങ്ങനെ ആ ടൈൽസിലൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ലോണം തുടച്ചെടുത്ത് നമ്മുടെ സ്റ്റൗ ആദ്യം ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സ്ലാബും എല്ലാം നല്ലോണം ഒന്നുകൂടെ ഒന്ന് തുടച്ചൊക്കെ ഇട്ട് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കിച്ചൺ അവിടെ ഇനി ജോലിയൊന്നുമില്ല. എന്നിട്ട് ഞാൻ നേരെ അപ്പുറത്തെ നമ്മുടെ വർക്ക് ഏരിയയിലോട്ട് പോയി. ഇവിടെയാണ് കുക്കറും ഇഡ്ഡലി പാത്രവും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ആയിരുന്നു കേട്ടോ. വലിയ വലിയ പാത്രങ്ങളൊക്കെ ഇവിടെയാണ് കൊണ്ടിട്ടിരുന്നത്. അപ്പോൾ ഞാൻ അതിനെല്ലാം കഴുകിയെടുത്ത് അപ്പോൾ അവിടെ തന്നെ നമ്മൾ പാത്രം തോരാൻ വെക്കുന്ന അവിടെ തന്നെ എടുത്തങ്ങ് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ സിറ്റ് ഔട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോഴേക്കും പൂക്കളം ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പൂക്കളമൊക്കെ അവൻ കുലച്ച് നല്ല ഇതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അടിച്ചു വാരി കളയാമെന്ന് വിചാരിച്ചു. അത് ഇനി എന്തായാലും നമ്മളവിടെ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. എന്തായാലും എല്ലാം കുളമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ കിടന്നാൽ ചിലപ്പോൾ ആൾ അതിനെല്ലാം വാരി വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നിടും കേട്ടോ. അത് വീണ്ടും എനിക്ക് തന്നെ പണിയാവും എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ എല്ലാം വാരി കൊണ്ടുപോയി കളഞ്ഞു. സാധാരണ അത്തം ഇട്ടാലും ഞാൻ 1-2 ദിവസം അത് അനക്കില്ല കേട്ടോ. അങ്ങനെ തന്നെ ഇട്ടേക്കും. കഴിഞ്ഞ ഓണത്തിന് മോൻ കുഞ്ഞായിരുന്നെങ്കിലും ആളങ്ങനെ വന്ന് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് 1-2 ദിവസം നമുക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പുറം എല്ലാം അടിച്ചൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അകത്തും കുറച്ച് പൊടിയും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് അടിച്ച് വാരി ഇടാമെന്ന് വിചാരിച്ചു. അത്തം കുലയ്ക്കുന്ന സമയത്ത് കുറച്ച് പൂവൊക്കെ അകത്ത് വീണിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ മോൻ വായിലെടുത്ത് വെക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെക്കാറില്ല, എന്നാലും വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അകവും കൂടെ നല്ലോണം അടിച്ചു വാരിയിട്ട് രാവിലെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞാൻ നല്ലോണം വിയർത്ത് മുഷിഞ്ഞ് ഒരു പരുവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ വണ്ടിയിലിരുന്ന് പോയപ്പോൾ മുടിയൊക്കെ നല്ലോണം കെട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ താളിയൊക്കെ ഇട്ട് കുളിച്ചത് കൊണ്ട് തന്നെ മുടിയിലൊട്ട് എണ്ണമയമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ലോണം ചൂടും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എണ്ണയൊക്കെ ഇട്ട് നല്ലോണം ഒരു കുളി അങ്ങ് പാസ്സാക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ നല്ലോണം എണ്ണയൊക്കെ അങ്ങ് വാരി പൊത്തി കേട്ടോ. എൻ്റെ തലയിൽ നന്നായിട്ട് തന്നെ തേച്ച് കെട്ടൊക്കെ കളഞ്ഞ് കെട്ടി വെച്ചപ്പോൾ തന്നെ നല്ല സമാധാനമായി. അച്ഛനും മോനും ആ സമയത്ത് അവിടെ ഗുസ്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഗുസ്തി കണ്ട് അതിപ്പോൾ ഞാനങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ആളെയും പിടിച്ചിരുത്തി നല്ലോണം തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. പായസമൊക്കെ കുടിച്ച് നല്ല കിക്കൊക്കെ വീണിരിപ്പുണ്ട് കേട്ടോ ആൾ. അപ്പോൾ അത് നല്ലോണം തലയിൽ എണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്ത് കുളിക്കാനായിട്ടുള്ള പരിപാടിയായിരുന്നു. 3 പേരും വീണ്ടും കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പോയ പൊടിയും വിയർപ്പും ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു ശരീരത്തിൽ. അപ്പോൾ കുളിച്ച് ഫ്രഷ് ആവാൻ നേരത്തെ എല്ലാവരെയും
രണ്ടുപേർക്കും ഞാൻ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ എണ്ണ തേപ്പൂടെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം പോയി കുളിക്കാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചൂടെടുത്ത്. അങ്ങനെ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് പോകാനുള്ള പരിപാടിയിലായിരുന്നേ. പുറത്തോട്ടെന്ന് വെച്ചാൽ കസിൻസിൻ്റെ അടുത്തേക്കാണ്, ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും വൈകുന്നേരം നമ്മൾ പുറത്തോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടത്തേക്കാക്കി. ഓണം തുടങ്ങിയപ്പോൾ തൊട്ടേ ഡെയിലി പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട പ്രോഗ്രാമൊക്കെ നമ്മളിങ്ങനെ കണ്ട് നിർത്തി കണ്ടിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത് വീടിനടുത്തുണ്ടായിരുന്ന പ്രോഗ്രാമാണ്. 4 മുളക് കഴിഞ്ഞിട്ടുണ്ട്. 4 5 എല്ലാവരും കൈയടിച്ച് 5 6 ആറാമത്തെ. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ രാത്രിത്തേക്ക് ചിക്കൻ വെക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ ഷെഫ് തക്കാളിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. വേറൊരു ഷെഫ് അവിടെ ഉള്ളി വഴറ്റുന്നുണ്ട്. ആള് ഹോട്ടൽ ലീലയിലെ ഷെഫാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്തോ ചെയ്തപ്പോഴേക്കും കൈയൊക്കെ മുറിഞ്ഞ് കെട്ടൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രി പൊറോട്ടയും ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ പെരട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 ഷെഫുമാരും കൂടെ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ റെസ്റ്റായിരുന്നു. അവരുടെ ജോലി അവിടെ നന്നായിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പെരട്ട്. പിന്നീട് ഞാൻ അധികം അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അവിടെ ക്ലബിന്റെ പ്രോഗ്രാം റോഡിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ജംഗ്ഷനിൽ. അതുകൊണ്ട് എല്ലാവരും കൂടെ പിന്നീട് ഫുഡ് വെച്ച് തീർന്നതിന് ശേഷം അപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നേരെ പ്രോഗ്രാം നടക്കുന്നിടത്തോട്ട് പോയി. രാത്രിയത്തെ ഫുഡ് വെക്കലൊക്കെ ബോയ്സിന്റെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കൂടി ഫുഡൊക്കെ വെച്ച് കഴിച്ച് ഒരു ഓണം നന്നായിട്ട് ആഘോഷിച്ചു. നമ്മൾ ഈവനിങ് ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ നല്ലോണം പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ രാത്രിയാണ് വന്നെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അവിടുത്തെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു കസിൻ ചേച്ചിയാണ് കേട്ടോ. പുള്ളിക്കാരി സണ്ണി ലിയോണിന് മറുക വയ്ക്കാൻ പോയതാണ്. ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പണ്ടത്തെ സിനിമയിലൊക്കെ വെക്കുന്ന പോലെ ഇങ്ങനെ കവിളിൽ പൊട്ടൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആ മറുക വയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഹീറോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സാധിക്കുമോ ഇല്ലേ എന്ന് കണ്ടറിയാം. അങ്ങനെ എല്ലാവരും ആളുടെ പ്രതീക്ഷയൊക്കെ വെച്ച് നമ്മളങ്ങനെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആളും നമ്മുടെ പ്രതീക്ഷയൊന്നും തെറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല. ആളും അതുപോലെ തന്നെ പോയി സണ്ണി ചേച്ചിക്ക് മറുകൊക്കെ വെച്ച് കൊടുത്ത് ആളെ തിരിച്ചറിയാനാവാത്ത വിധമാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ പോയി കേട്ടോ. അന്നത്തെ ദിവസം മക്കളും അവിടെ നല്ലോണം ഹാപ്പി ആയിട്ട് നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴേക്കും രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ അന്നത്തെ വിശേഷം. നല്ലൊരു ഓണമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെയൊക്കെ ഒന്നിച്ച് നന്നായിട്ട് അടിച്ചു പൊളിച്ച് നല്ല സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ആഘോഷങ്ങൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഓർമ്മകളാണല്ലോ നമുക്കെന്നും പ്രിയപ്പെട്ടതായിട്ട് മാറുന്നത്. അങ്ങനെ ഒരുപിടി നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് ഈ ഓണം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.